പുരസ്കാരം. നീണ്ടപാറയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ 15 ലക്ഷം രൂപ അനുവദിച്ച് ഡീൻ കുര്യാക്കോസ് MP. കാട്ടാന ആക്രമണം രൂക്ഷമായ നീണ്ടപാറയിൽ ചെമ്പൻകുഴി മുതൽ കരിമണൽ വരെ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ തന്റെ MP ഫണ്ടിന്റെ ആദ്യ ഫണ്ട് 15 ലക്ഷം രൂപ നൽകുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. MPയുടെ സ്വീകരണ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. നീണ്ടപാറയിൽ നടന്ന കോതമംഗലം നിയോജക മണ്ഡലം സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം നിർവഹിച്ചു. നേര്യമംഗലം മണ്ഡലം ചെയർമാൻ ജൈമൻ ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ UDF നേതാക്കളായ KP ബാബു, ഇബ്രാഹിം കവലയിൽ, ബാബു ഏലിയാസ്, ഷമീർ പനക്കൽ, AC രാജശേഖരൻ, PC ജോർജ്, എൽദോസ് കീച്ചേരി, ലിനോ തോമസ്, സൗമ്യ ശശി, ജിൻസിയ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. സൈജന്റ് ചാക്കോ സ്വാഗതവും സന്ധ്യ ജെയ്സൺ നന്ദിയും പറഞ്ഞു. ഒരു ദിവസത്തെ സ്വീകരണ പരിപാടിയാണ് ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്, ഇന്നത്തെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ലവരായ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും വലിയ പിന്തുണ വലിയവനായി എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ ഓർക്കുന്നു, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വൈകുന്നേരം രാത്രിയായപ്പോഴാണ് ഇവിടെയൊക്കെ എത്തിയത്. തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് 10 മണിക്ക് പ്രചരണം അവസാനിപ്പിക്കും. ഏതാണ്ട് 10 മണി സമയമാകുന്ന ആ ഒരു അവസരത്തിലാണ് ഇവിടെ വരാൻ പറ്റിയത്. വളരെ പരിമിതമായ സമയം മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ ചിലവഴിക്കാനും വരാനും ആളുകളെ കാണാനും പറ്റിയത്. എങ്കിലും നിങ്ങളെല്ലാവരും എനിക്ക് നൽകിയ കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഞാൻ ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം MP ആയി പ്രവർത്തിക്കാനും ഈ നാട്ടിലെ സകലമായ ജനങ്ങളുടെയും പിന്തുണ എനിക്കുണ്ടായിരുന്നു. അക്കാര്യത്തിലൊക്കെ ഉള്ള നിസ്സീമമായ നന്ദി ഞാൻ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ജനവിധി ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അത് ദൃശ്യം. എല്ലായിടങ്ങളിലും ഭരണവിരുദ്ധ വികാരം എന്ന തരത്തിൽ ഈ സർക്കാരിന്റെ അഹങ്കാരത്തിനെതിരായി, കെടുകാര്യസ്ഥതയ്ക്കെതിരായി, അഴിമതിക്കെതിരായി, ദൂർത്തിനെതിരായിട്ടുള്ള വലിയ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധപരമായി തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി പടപെടുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ ഉണ്ടാവണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഐക്യമുന്നണിയുടെ അതിശക്തമായ ഒരു തിരിച്ചുവരവ് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നാട് നേരിടുന്ന ദുരന്ത സമാനമായിട്ടുള്ള, ദുരിതപൂർണമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും അറുതി വരുത്താൻ നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ തുടർന്നും സഹായിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കട്ടെ. ദേശീയ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ശ്രീ രാഹുൽ ഗാന്ധി അജയ്യനായി മാറി. ഇന്ത്യ സഖ്യം ഒരു യാഥാർത്ഥ്യമായി മാറി. വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിന് അന്ത്യം കുറിക്കണം എന്ന ചിന്തയുമായി ഭരണഘടനാ മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാൻ, ജനാധിപത്യ മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാൻ, മതേതരത്വത്തെ സംരക്ഷിച്ചു നിർത്താൻ അസേത് ഹിമാചലം, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സമസ്ത ഭാരതത്തിന്റെ എല്ലായിടങ്ങളിലും ഉണ്ടായ ആ ഒരു വലിയ വികാരത്തിനോടൊപ്പമാണ് ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലവും കോതമംഗലം അസംബ്ലി മണ്ഡലവും ഈ ഗവങ്ങാട് പഞ്ചായത്തും ഉൾപ്പെടെ ചുവടുവെച്ചത് എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനമുണ്ട്. ആ നിലയിൽ വർഗീയ കോമരങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പം നമുക്ക് കണ്ണിനിരക്കേണ്ടതായിട്ടുണ്ട്. അതിന് സഹായിച്ച നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഈ അവസരം അഭിവാദ്യം ചെയ്യുകയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ കാര്യങ്ങൾ, വികസന കാര്യത്തിൽ വിവേചനമില്ലാതെ ജനകീയ വിഷയങ്ങളിൽ എല്ലാവരോടും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ വന്യമൃഗശല്യത്തിന്റെ കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. യാതൊരു തരത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പരിഹാരവും ഇന്നുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പുമൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിരവധിയായ പദ്ധതികൾ തയ്യാറാക്കുകയും അല്ലെങ്കിൽ അതൊന്നും നടപ്പിലാക്കാതെ വരികയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലാണ് നീണ്ടപാറയിലെ ജനങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ നിങ്ങളോട് ഒത്തുനിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഉണ്ടാകുമെന്നുള്ള വാക്ക് ഞാനിവിടെ പാലിക്കുകയാണ്. 15 ലക്ഷം രൂപ നമ്മുടെ നീണ്ടപാറ
മേഖലയിൽ നെയ്യമംഗലം കവങ്ങാട് പഞ്ചായത്തിൽ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ അനുവദിച്ചതായി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ആ പൈസ വളരെ നല്ല നിലയിൽ തന്നെ ഉപയോഗിച്ച് ഇവിടെ ഒരു പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്താൻ മുന്നോട്ട് പോകാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ആവേശപൂർവമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.